Hi students. In our previous class we were dealing with reciprocating air compressor, that is module 5 in your KTU fluid machinery syllabus. We have completed reciprocating air compressor work done with clearance volume and without clearance volume, derivation of volumetric efficiency, and we also did few problems related to these topics. Now moving on to one of the other important topics from reciprocating air compressor, that is multistage compressor. The importance of multistage compression in reciprocation compressors, if we are using a single compressor, it's not possible to achieve very high pressure. അപ്പോൾ നമ്മൾ വളരെ ഹൈ പ്രഷർ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല കംപ്രസേഴ്സ് ചേർത്ത് വെച്ചിട്ടാണ് വളരെ ഹൈ കംപ്രഷൻ അച്ചീവ് ചെയ്യുന്നത്, ഹൈ കംപ്രഷൻ പ്രഷർ അച്ചീവ് ചെയ്യുന്നത്. ഒരു സിംഗിൾ കംപ്രസർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വളരെ ഹൈ പ്രഷർ അച്ചീവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് ഈ ഒരു സിംഗിൾ കംപ്രസർ കൊണ്ട് അച്ചീവ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ഒരു ലിമിറ്റുണ്ട്. അപ്പോൾ അത് പ്രഷർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഡെലിവറിയുടെ എമൗണ്ട് കുറയും. അപ്പോൾ അത് കാരണം നമ്മൾ പല പല കംപ്രസേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്രത്തോളം തന്നെ വർക്ക് കൊടുക്കാതെ തന്നെ നമുക്ക് ഹൈ പ്രഷർ അച്ചീവ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതാണ് മൾട്ടി സ്റ്റേജ് കംപ്രസേഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. സോ നമ്മൾ ആദ്യമേ ഇതിനകത്ത് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റേജ് കംപ്രസേഴ്സ് ഹാസ് ലിമിറ്റേഷൻസ് ഇൻ കംപ്രസിങ് എയർ ടു വെരി ഹൈ പ്രഷർ. Compressing the air in more than one stages result in very high pressure compressed air. അതായത് നമുക്ക് സിംഗിൾ സ്റ്റേജ് കംപ്രഷൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ പ്രഷറിലേക്ക് നമുക്ക് കംപ്രസ് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഹൈ പ്രഷറിലേക്ക് കംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം സ്വിഫ്റ്റ് വോളിയം കൂട്ടേണ്ടി വരും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിനനുസരിച്ച് നമുക്ക് ഡെലിവറിയുടെ ത്രോട്ട് ഏരിയ കുറയ്ക്കേണ്ടി വരും. ഈ ത്രോട്ട് ഏരിയ കുറയ്ക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് പറ്റും, നമുക്ക് ഡെലിവറി കുറയും. പ്രഷർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഡെലിവറി കുറയുകയും ചെയ്യും. നമ്മൾ അത്രത്തോളം വർക്ക് കൊടുക്കേണ്ടിയും വരും. അപ്പോൾ നമ്മൾ അത്രത്തോളം വർക്ക് കൊടുക്കുന്ന ഇത്രയും എമൗണ്ട് ഓഫ് വർക്ക് കൊടുക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയും എമൗണ്ട് ഓഫ് വർക്ക് കൊടുക്കാതെ തന്നെ നമുക്ക് മൾട്ടി സ്റ്റേജ് കംപ്രഷനിലൂടെ അതേ ഹൈ പ്രഷർ അച്ചീവ് ചെയ്യുകയും അതിനേക്കാൾ കൂടുതൽ ഡെലിവറി നമുക്ക് അച്ചീവ് ചെയ്യാനും കഴിയും. അപ്പോൾ അത് കംപ്രസിങ് ദ എയർ ഇൻ മോർ ദാൻ വൺ സ്റ്റേജസ് റിസൾട്ട്സ് ഇൻ വെരി ഹൈ പ്രഷർ കംപ്രസ്ഡ് എയർ. അതായത് നമുക്ക് മോർ ദാൻ വൺ സ്റ്റേജസ് വെച്ച് കംപ്രസ് ചെയ്തിട്ട് നമുക്ക് വളരെ ഹൈ പ്രഷർ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. So multistage compression is a series arrangement of cylinders in which the compressed air from the outlet of one cylinder becomes the suction of the അതർ സിലിണ്ടർ. അതായത് മൾട്ടിസ്റ്റേജ് കംപ്രഷൻ എന്ന് പറയുന്നത് ഒരു സീരീസ് അറേഞ്ച്മെൻറ്റ് ഓഫ് സിലിണ്ടേഴ്സാണ്. പല പല സിലിണ്ടേഴ്സ് സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട്, അതായത് ഒരെണ്ണത്തിൻ്റെ കംപ്രസ്ഡ് എയർ ഔട്ട്ലെറ്റാണ് അടുത്തതിൻ്റെ ഇൻടേക്കായിട്ട് വരുന്നത്, അടുത്ത സിലിണ്ടറിൻ്റെ ഇൻടേക്കായിട്ട് വരുന്നത്. അത് ഒന്നിൽ നിന്നും പുറത്തേക്ക് പുറന്തള്ളുന്ന കംപ്രസ്ഡ് എയർ അടുത്ത സിലിണ്ടറിൻ്റെ ഇൻടേക്കായിട്ട് മാറും. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. ഇൻ സിംഗിൾ സ്റ്റേജ് compressor the entire compression takes place in a single stroke of the piston. ഒറ്റ സ്ട്രോക്കിലാണ് നമുക്ക് സിംഗിൾ സ്റ്റേജ് കംപ്രസറിനകത്ത് അച്ചീവ് ചെയ്യുന്നത്. ഇൻ മൾട്ടി സ്റ്റേജ് കംപ്രസർ കംപ്രഷൻ ടേക്സ് പ്ലേസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ്. അതായത് പല പല സ്റ്റേജസിലായിട്ടാണ് മൾട്ടി സ്റ്റേജ് കംപ്രഷനകത്ത് നമുക്ക് ഹൈ കംപ്രഷൻ അച്ചീവ് ചെയ്യാൻ കഴിയുന്നത്. സിംഗിൾ സ്റ്റേജിനകത്ത് നമുക്ക് ഒറ്റ ഇതിലാണല്ലേ നമുക്ക് കംപ്രസ്ഡ് എയർ പുറത്തേക്ക് വരുന്നത്. ഇതിനകത്ത് നമുക്ക് നോക്കുക, ഒരു ലോ പ്രഷർ സിലിണ്ടർ ഉണ്ട്. അത് നമുക്ക് കംപ്രസ്ഡ് എയർ ഫ്രഷ് എയറിനെ എടുത്ത് കംപ്രസ് ചെയ്ത് അത് ഇൻ്റർകൂളറിലൂടെ പാസ് ചെയ്ത്, പിന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് പ്രഷർ സിലിണ്ടർ ഉണ്ട്. ഇത് IP എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് പ്രഷർ സിലിണ്ടർ ഉണ്ട്. അതിൽ നിന്ന് വീണ്ടും ഇൻ്റർകൂളർ വഴി ഏതിലേക്ക് പോകുന്നു, ഹൈ പ്രഷർ സിലിണ്ടറിലേക്ക് വരുന്നു. അവിടെ നിന്നുമാണ് നമുക്ക് ഔട്ട്ലെറ്റിലേക്ക് സ്റ്റോറേജ് ടാങ്കിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിനായിട്ട് നമ്മൾ ഹൈ പ്രഷർ പുറത്തേക്ക് എടുക്കുന്നത്, എയർ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇത് നോക്കുക, നമുക്ക് കണ്ടത് അത് 3 സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നമുക്ക്, 3ാമത്തെ സ്റ്റേജിനാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഹൈ പ്രഷർ എയർ പുറത്തേക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നോക്കുക, ഇതിനകത്ത് ഒരു ലോ പ്രഷർ സിലിണ്ടർ ഉണ്ട്, ഇൻ്റർകൂളറുണ്ട്, വീണ്ടും ഇൻ്റർമീഡിയറ്റ് പ്രഷർ സിലിണ്ടർ ഉണ്ട്, വീണ്ടും ഒരു ഇൻ്റർകൂളറുണ്ട്, പിന്നെ ഒരു ഹൈ പ്രഷർ സിലിണ്ടർ ഉണ്ട്.
ഓക്കെ, അപ്പോൾ ഇതാണ് മൾട്ടിസ്റ്റേജ് കംപ്രഷൻ. ഇത് ജനറലായിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് മൾട്ടിസ്റ്റേജ് കംപ്രസർ യൂസിങ് ഫോർ റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ. ഒരു റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറിൻ്റെ കേസിലുള്ള മൾട്ടിസ്റ്റേജ്. അപ്പോൾ നമ്മൾ എന്താണ് മൾട്ടിസ്റ്റേജ് എന്ന് പറഞ്ഞു, അതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു, സിംഗിൾ സ്റ്റേജിൻ്റെ ലിമിറ്റേഷൻ പറഞ്ഞു. സിംഗിൾ സ്റ്റേജിൻ്റെ ലിമിറ്റേഷൻ കൊണ്ടാണ് നമ്മൾ മൾട്ടിസ്റ്റേജ് കംപ്രസർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ലിമിറ്റേഷൻ, എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്നൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തതാണ്. നമ്മൾ ഇതിനിപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറിൻ്റെ കേസിൽ ഇത് വരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് മൾട്ടിസ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സ് is a series arrangement of cylinders in which compressed air from cylinder 1 becomes the intake for the cylinder 2. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇൻ ദ ലോ പ്രഷർ സിലിണ്ടർ ദ ക്ലിയറൻസ് വോളിയം ഈസ് ഡിക്രീസ്ഡ് ആൻഡ് ദ എഫക്റ്റീവ് സ്വിഫ്റ്റ് വോളിയം ഈസ് ഇൻക്രീസ്ഡ്. അതായത് നമുക്ക് ക്ലിയറൻസ് വോളിയം ഫസ്റ്റ് ലോ പ്രഷർ സിലിണ്ടറിനകത്ത് അതിനകത്ത് ക്ലിയറൻസ് വോളിയം കുറച്ചിട്ട് സ്വിഫ്റ്റ് വോളിയം നമ്മൾ കൂട്ടുകയാണ്. അതുള്ള ക്ലിയറൻസ് വോളിയം കുറവായിരിക്കും, സ്വിഫ്റ്റ് വോളിയം കൂട്ടി. ദിസ് മീൻസ് ദാറ്റ് മോർ വോളിയം ഓഫ് എയർ ഫ്ലോസ് ത്രൂ ദ ലോ പ്രഷർ സിലിണ്ടർ. അതിനകത്ത് നമുക്ക് പ്രഷർ വളരെയധികം കൂട്ടുന്നില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് എയർ നമ്മൾ എയർ ഫ്ലോ റേറ്റ് കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ദിസ് സിലിണ്ടർ കൺട്രോൾസ് ദ എൻറ്റയർ മാസ് ഫ്ലോ റേറ്റ് ത്രൂ ദ സിസ്റ്റം. അപ്പോൾ ഇതാണ് ക്വാണ്ടിറ്റി ഓഫ് എയർ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഫ്ലോ റേറ്റ് കൂടുന്നു. ഓക്കെ, അപ്പോൾ ഈ ലോ പ്രഷർ സിലിണ്ടറിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കൂടുക എന്നുള്ളത്. പ്രഷർ വളരെയധികം കൂടുന്നില്ല, അതുകൊണ്ടാണ് അതിന് ലോ പ്രഷർ സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് എയർ നമ്മൾ കൂട്ടി കൊടുക്കുകയാണ്, മാസ് ഫ്ലോ റേറ്റ് കൂട്ടി കൊടുക്കുകയാണ്. ദ എയർ എൻറ്റേഴ്സ് അറ്റ് P1 ആൻഡ് T1 ടു ദ ലോ പ്രഷർ സിലിണ്ടർ ആൻഡ് ലീവ്സ് അറ്റ് P2 ആൻഡ് T2 where P2 is greater than P1 and T2 is greater than T1. അപ്പം ഈ ലോ പ്രഷർ സിലിണ്ടർ, നമ്മൾ ഫസ്റ്റ് സിലിണ്ടർ, അതിലേക്ക് പുറത്ത് നിന്ന് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന എയറിൻ്റെ പ്രഷറും ടെമ്പറേച്ചറുമാണ് ഇവിടെ പറഞ്ഞേക്കുന്ന P1 and T1 എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന എയറിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും P1 ഉം T1 ഉം ആയിരുന്നു. അത് ആ ലോ പ്രഷർ സിലിണ്ടറിനകത്ത് കയറി അതിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ അതിനുണ്ടാകുന്ന പ്രഷർ റൈസ് എന്ന് പറയുന്നത് P2 ആണ്. സ്വാഭാവികമായിട്ട് നമ്മൾ കംപ്രസ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ പ്രഷർ റൈസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ P2 എന്ന് പറയുന്നത് നാച്ചുറലി എന്തായിരിക്കും, P1-നെക്കാട്ടിലും കൂടുതലായിരിക്കും. സോ P2 is greater than P1 and due to compression T2 will be more than T1. അത് പുറത്തേക്ക് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, കൂടുതലായിരിക്കും, നമ്മൾ കംപ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് P2 greater than P1 and T2 greater than T1, ടെമ്പറേച്ചറും കൂടും. ദെൻ അപ്പോൾ നമ്മൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ നിന്ന് നേരെ ഈ ഫസ്റ്റ് സിലിണ്ടർ ലോ പ്രഷർ സിലിണ്ടറിൽ നിന്ന് നേരെ ഒരു ഇൻ്റർകൂളറിലേക്കാണ് വരുന്നത്. എന്തിനാണ് ഇൻ്റർകൂളർ എന്നുള്ളത് നോക്കാം. If an intercooler is provided in between the cylinder, the final delivery temperature can be reduced. അതായത് അവസാനം പുറത്തേക്ക് വരുന്ന, അതായത് ലോ പ്രഷർ സിലിണ്ടറിൽ നിന്ന് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു വളരെ ഹയർ ആണ്, T2 ആണ്. T2 is greater than T1. T1 is the inlet temperature to low pressure cylinder and T2 is the outlet temperature. So outlet temperature is higher. So in order to reduce the outlet temperature, we are providing an intermediate intercooler in between the low pressure cylinder and the intermediate pressure cylinder. So the function of the intercooler is to reduce the temperature of the low pressure cylinder air, compressed air. ലോ പ്രഷർ സിലിണ്ടർ കംപ്രസ്ഡ് എയറിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കുക എന്നുള്ളതാണ് ഇൻ്റർകൂളറിൻ്റെ ഉദ്ദേശം. The finally delivered temperature can be reduced. A perfect intercooling means that T3 is equal to T1. അതായത് ഇൻ്റർകൂളറിലൂടെ കയറിയതിന് ശേഷം പുറത്തേക്ക് വരുന്ന ടെമ്പറേച്ചറായ T3 എന്ന് പറയുന്നത് will be similar to the atmospheric air temperature that is T1. അതായത് ഇൻ്റർകൂളറിന് അത്രത്തോളം നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻ്റർകൂളറാണ് എന്നുണ്ടെങ്കിൽ അതെന്താ ചെയ്യുക, ഇൻലെറ്റ് നമ്മളുടെ ലോ പ്രഷർ സിലിണ്ടറിൻ്റെ പുറത്തേക്ക് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ നോർമൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറായ T1-ലേക്ക് എത്തിക്കും, T2-ൽ നിന്നും T1-ലേക്ക് എത്തിക്കും. അതാണ് നമ്മളുടെ തേർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് T3 വിൽ ബി ഈക്വൽ ടു T1. T3 എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർകൂളറിൻ്റെ പുറത്തേക്ക് വരുന്ന ടെമ്പറേച്ചറാണ് T3. ദർ ഈസ് നോ ചേഞ്ച് ഇൻ പ്രഷർ ഡ്യൂറിങ് ഇൻ്റർകൂളിംഗ്. ഇൻ്റർകൂളിങ്ങിൻ്റെ സമയത്ത് പ്രഷറിന് യാതൊരു വ്യത്യാസം വരുന്നില്ല. പ്രഷർ നമ്മൾ അതേ കണക്ക് തന്നെ നിർത്തിയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദെൻ ദ സെക്കൻഡ് സിലിണ്ടർ ഈസ് ഹൈ പ്രഷർ. അടുത്തതെന്ന് പറയുന്നത് ഹൈ പ്രഷർ സിലിണ്ടറാണ്. നമ്മൾ രണ്ടാമത്തെ സിലിണ്ടറേ പറഞ്ഞിട്ടുള്ളൂ, ഇതിനകത്ത് ഇൻ്റർമീഡിയറ്റ് സിലിണ്ടർ പറഞ്ഞിട്ടില്ല. ഓക്കെ, അതായത് ഒരു ലോ പ്രഷർ ഒരു ഹൈ പ്രഷർ എന്നുള്ള രീതിയിൽ എടുത്തിരിക്കുന്നതാണ്. രണ്ട് സ്റ്റേജ് കംപ്രഷനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദ സെക്കൻഡ് സിലിണ്ടർ ഈസ് ഹൈ പ്രഷർ. ദ ഔട്ട്ലെറ്റ് ഓഫ് ദ ഹൈ പ്രഷർ സിലിണ്ടർ ഈസ് P4 ആൻഡ് T4 where P4 is greater than P3 and T4 is greater than T3. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹൈ പ്രഷർ സിലിണ്ടറിൻ്റെ പർപ്പസ് എന്താണ്, പ്രഷർ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി P2 ആയിട്ട് നിൽക്കുന്ന പ്രഷർ ലോ പ്രഷർ സിലിണ്ടറിൽ നിന്ന് വരുന്ന എയറിൻ്റെ പ്രഷർ P2-ൽ നിന്നും ഏതിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്, P4-ലേക്ക് ഉയർത്തി.
ഓക്കെ, P2 എന്ന് പറയുന്നതും P3 എന്ന് പറയുന്നതും സെയിം ആണ് കേട്ടോ. ഇവിടെ P3 എന്ന് പറഞ്ഞേക്കുന്നത് എത്രയാണ്? P3 എന്ന് പറയുന്നത് തന്നെയാണ് P2. കാരണം ഇൻ്റർകൂളറിനകത്ത് ഇൻ്റർകൂളറിൻ്റെ പുറത്തേക്ക് വരുന്ന പ്രഷറാണ് P3. ഇൻ്റർകൂളറിനകത്ത് പ്രഷർ ചേഞ്ച് ഇല്ല. അപ്പോൾ P3 വിൽ ബി സെയിം ആസ് P2. ഓക്കെ, പക്ഷേ ഹൈ പ്രഷർ സിലിണ്ടറിലേക്ക് വരുമ്പോൾ ഈ P3യെ ഇൻക്രീസ് ചെയ്യും. സോ P4 വിൽ ബി ഗ്രേറ്റർ ദാൻ P3 ആൻഡ് T4 വിൽ ബി ഗ്രേറ്റർ ദാൻ T3. കാരണം ഓട്ടോമാറ്റിക്കലി നമ്മൾ T3 എന്ന് പറയുന്നത് എത്രയായിരുന്നു? T3 ഈസ് ഈക്വൽ ടു T1 ആണ്. കാരണം നമ്മൾ ഇൻ്റർകൂളർ കൊടുത്തത് എന്തിനാണ്? കൂൾ ചെയ്ത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർകൂളർ കൊടുത്തത്. അപ്പോൾ ഈ കൂൾ ചെയ്ത് കൊണ്ടുവരുന്ന ടെമ്പറേച്ചറിനെ നമ്മൾ ഹൈ പ്രഷർ സിലിണ്ടറിലേക്ക് വരുമ്പോൾ വീണ്ടും കംപ്രസ് ചെയ്യുന്ന കാരണം ടെമ്പറേച്ചർ വീണ്ടും കൂടും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി T4 വിൽ ബി ഗ്രേറ്റർ ദാൻ T3. സോ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇൻ്റർകൂളർ കൂടെ പാസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ ഏറ്റവും റെഡ്യൂസ് ചെയ്യാൻ നോക്കും. ഏറ്റവും മിനിമം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാൻ നോക്കുക, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് T1 ഈക്വലൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാൻ നോക്കും. അപ്പം ലാസ്റ്റ് പറഞ്ഞേക്കുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ദ ഡയ ഓഫ് ദ HP സിലിണ്ടർ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ LP സിലിണ്ടർ. അതായത് നമുക്ക് ഇവിടെ ഹൈ പ്രഷർ സിലിണ്ടറിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് പ്രഷർ കൂട്ടുക എന്നുള്ളതാണ്. അതായത് എമൗണ്ട് ഓഫ് എയർ കൂട്ടുക എന്നുള്ളതല്ല, മാസ് ഫ്ലോ റേറ്റ് കൂട്ടുക എന്നുള്ളതല്ല ഹൈ പ്രഷർ സിലിണ്ടറിൻ്റെ പേർപ്പസ്. ഹൈ പ്രഷർ സിലിണ്ടറിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് ദ പ്രഷർ ഓഫ് ദ എയർ ഷുഡ് ബി ഇൻക്രീസ്ഡ് ടു ദ ഡിസൈഡ് വാല്യൂ. സോ ദിസ് ഈസ് ബിക്കോസ് അപ്പോൾ നമുക്ക് വളരെ ലോ ഡയമീറ്റർ സിലിണ്ടർ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അത്രയും പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ലോ പ്രഷർ സിലിണ്ടറിനെക്കാട്ടിലും ഹൈ പ്രഷർ സിലിണ്ടർ ഡയമീറ്റർ കുറവായിരിക്കും. ദിസ് ഈസ് ബിക്കോസ് ദ ഡിക്രീസ് ഇൻ വോളിയം ഓഫ് ദ സിലിണ്ടർ മീൻസ് ഇൻക്രീസ് ഇൻ ദ ഔട്ട്ലെറ്റ് പ്രഷർ. നമുക്ക് എത്രത്തോളം സിലിണ്ടറിൻ്റെ വോളിയം കുറയ്ക്കുന്നു അത്രത്തോളം പ്രഷർ നമുക്ക് ഔട്ട്ലെറ്റ് പ്രഷർ നമുക്ക് കൂട്ടാൻ കഴിയും. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇൻ്റർകൂളറിൻ്റെ പർപ്പസ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ നമ്മൾ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ മൾട്ടിസ്റ്റേജിങ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഇൻ്റർകൂളർ. അപ്പോൾ ഇൻ്റർകൂളറിൻ്റെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതൊന്നുകൂടി നമ്മൾ എടുത്ത് പറഞ്ഞതെന്നുള്ളൂ. ഇവിടെ ഇൻ്റർകൂളർ ഈസ് ഡൺ ഇൻ ഓർഡർ ടു ഡിക്രീസ് ദ വർക്ക് ഇൻപുട്ട് ഇൻ ടു ദ കംപ്രസർ. കംപ്രസറിലേക്ക് നമ്മൾ കൊടുക്കുന്ന വർക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർകൂളർ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വർക്ക് നമ്മൾ കംപ്രസറിലേക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ കൂടുതൽ പവർ കംപ്രസർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇൻ്റർകൂളർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന പവർ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. If the temperature of the air leaving the intercooler is equal to the original inlet temperature T1, then the intercooling is known as perfect intercooling. അതായത് നമുക്ക് ഇൻ്റർകൂളറിൻ്റെ പുറത്തേക്ക് വരുന്ന ടെമ്പറേച്ചർ T1 എന്ന് പറയുന്ന T3 എന്ന് പറയുന്ന ടെമ്പറേച്ചർ നമ്മൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിന് ഈക്വലൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ അതിനെ പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് എന്ന് പറയും. അതായത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരുന്നത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്നാണ് ഞാനിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T1 ആണ് കേട്ടോ. അതായത് ഫസ്റ്റ് സിലിണ്ടർ എപ്പോഴും അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആവണമെന്നില്ല. അത് ഫസ്റ്റ് സിലിണ്ടർ ഇൻലെറ്റിലേക്ക് വരുന്ന ടെമ്പറേച്ചറാണ് T1. ആ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് മാക്സിമം പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് എന്നുള്ള രീതിയിലാണ് പറയാൻ കഴിയുന്നത്. ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് ദ എയർ ലീവിംഗ് ദ ഇൻ്റർകൂളർ ഈസ് ഗ്രേറ്റർ ദാൻ ദ ഒറിജിനൽ ടെമ്പറേച്ചർ T1, ദെൻ ദ ഇൻ്റർകൂളിംഗ് ഈസ് നോൺ ആസ് ഇംപെർഫെക്റ്റ്. അതായത് നമ്മൾ ഇൻ്റർകൂളർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇൻ്റർകൂളർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റർകൂളറിന് പുറത്തേക്ക് വരുന്ന ടെമ്പറേച്ചർ T2നെ റെഡ്യൂസ് ചെയ്ത് T1ലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഇംപെർഫെക്റ്റ് കൂളിംഗ്. അതായത് T3 എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ T1നെക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഇംപെർഫെക്റ്റ് കൂളിംഗ് എന്ന് പറയുന്നത്. അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കൂൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇഫ് ആൻ ഇൻ്റർകൂളർ ഈസ് ഫിക്സഡ് ബിറ്റ്വീൻ ദ സിലിണ്ടർ ദ ഫൈനൽ ഡെലിവറി ടെമ്പറേച്ചർ ഈസ് റെഡ്യൂസ്ഡ്. അവസാനം കിട്ടുന്ന ടെമ്പറേച്ചർ നമുക്ക് ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ചെയ്യാം. അതിനാണല്ലോ ഇൻ്റർകൂളർ യൂസ് ചെയ്യുന്നത്. ദിസ് റിഡക്ഷൻ ഇൻ ടെമ്പറേച്ചർ മീൻസ് എ റിഡക്ഷൻ ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ ഡെലിവേർഡ് എയർ. അതായത് റിഡക്ഷൻ ഇൻ ടെമ്പറേച്ചർ, അതിനകത്തുണ്ടാകുന്ന റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും കുറച്ച് ഇൻറ്റേർണൽ എനർജി മാത്രമേ ഉള്ളൂ എയറിൻ്റെ ഇൻറ്റേർണൽ എനർജി കുറഞ്ഞു. കാരണം കുറേ എനർജി ഹീറ്റ് ലിബറേറ്റ് ചെയ്തു. ഇൻ്റർകൂളറിനകത്ത് കുറച്ച് ഹീറ്റ് ലിബറേറ്റ് ചെയ്തിട്ട് ഇൻറ്റേർണൽ എനർജി കുറഞ്ഞു. ദ എനർജി അതർവൈസ് വുഡ് ഹാവ് ബീൻ ഡെവലപ്ഡ് ബൈ യൂട്ടിലൈസിങ് എ പാർട്ട് ഓഫ് ദ വർക്ക് ഇൻപുട്ട് ടു ദ സിലിണ്ടർ. അല്ലെന്നുണ്ടെങ്കിൽ അത്രയും നമ്മൾ കൊടുത്ത വർക്കിൻ്റെ കുറച്ച് ഇത് ഇൻറ്റേർണൽ എനർജി ആയിട്ട് അതിനകത്ത് സ്റ്റോർ ചെയ്ത് കിടക്കും. അപ്പോൾ ഇൻ്റർകൂളർ എന്താ ചെയ്യുന്നത്? അതിൽ നിന്ന് ഹീറ്റ് റിമൂവ് ചെയ്ത് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്ത് പ്രഷർ അതേ കണക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഇൻ്റർകൂളർ പ്രഷറിനകത്ത് യാതൊരുവിധ ചേഞ്ചസും വരുത്തത്തില്ല. ഇൻ്റർകൂളർ എന്താ ചെയ്യുന്നുള്ളൂ? ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്നത് ബൈ റിമൂവിങ് ഹീറ്റ്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി കുറയുന്നു. അപ്പോൾ ദസ് യൂസിങ് ആൻ ഇൻ്റർകൂളർ മീൻസ് റിഡക്ഷൻ ഇൻറ്റേർണൽ എനർജി. അതായത് ടെമ്പറേച്ചർ കുറയുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഇൻറ്റേർണൽ എനർജിയും കുറയുന്നു.
അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കൊടുക്കേണ്ട വർക്ക് ഇൻപുട്ട് അത്രത്തോളം കുറയും. കംപ്രസറിലേക്ക് കൊടുക്കേണ്ട വർക്ക് ഇൻപുട്ട് അത്രത്തോളം കുറയും. കാരണം എന്ത് കുറഞ്ഞു? ഇൻറ്റേർണൽ എനർജി കുറഞ്ഞു, അതിനകത്തുള്ള എനർജി കുറഞ്ഞു. അത്രയും എനർജി കുറഞ്ഞത് കാരണം നമ്മൾ വീണ്ടും കൂടുതൽ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ വർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വർക്ക് കൊടുത്താൽ മതി, കമ്പാരിറ്റീവ്ലി ലെസ്. അപ്പോൾ ഇൻ്റർകൂളർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വർക്ക് കൊടുത്ത് കംപ്രസ് ചെയ്യേണ്ടി വന്നാനേ. കാരണം ഇതിന് ഓൾറെഡി നല്ല എനർജി ഉണ്ട്, അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും എനർജി അതിനകത്തുണ്ടപ്പോൾ അത്രയും എക്സ്പാൻഡ് ചെയ്യാനും അതിനെ കംപ്രസ് ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇൻ്റർകൂളർ കൊടുക്കുമ്പോൾ അത്രയും എനർജി റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഇൻ്റേർണൽ എനർജി കുറഞ്ഞു, ടെമ്പറേച്ചർ കുറഞ്ഞു, ഇൻ്റേർണൽ എനർജി കുറഞ്ഞു, അതുവഴി നമ്മൾ കുറച്ച് വർക്ക് കൊടുത്താൽ മതി. സോ വി ആർ സേവിങ് വർക്ക്, പവർ കുറച്ച് കൊടുത്താൽ. അപ്പോൾ അത്രയും കുറഞ്ഞ മോട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടി സ്റ്റേജിങ് കംപ്രസർ റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് നമുക്ക് സിംഗിൾ സ്റ്റേജ് കംപ്രസേഴ്സ് യൂസ് ചെയ്യുന്നില്ല ഹൈ പ്രഷർ ഔട്ട്പുട്ടിന്? നമ്മൾ പറഞ്ഞു ഹൈ പ്രഷർ ഔട്ട്പുട്ടിന് നമ്മൾ യൂസ് ചെയ്യുന്ന മൾട്ടി സ്റ്റേജ് കംപ്രസേഴ്സാണ്, സിംഗിൾ സ്റ്റേജ് കംപ്രസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, സിംഗിൾ സ്റ്റേജ് കംപ്രസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഡയമീറ്ററൊക്കെ റെഡ്യൂസ് ചെയ്യേണ്ടി വരും. ഒറ്റ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഹൈ പ്രഷർ സിംഗിൾ സ്റ്റേജ് കംപ്രസർ ഉപയോഗിച്ചിട്ട് ഹൈ പ്രഷർ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വളരെ ചെറിയ ഡയമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ കംപ്രസർ ഓപ്പറേറ്റ് ചെയ്യണം. ചെറിയ ഡയമീറ്ററിൽ വളരെ ഹൈ സ്വെപ്റ്റ് വോളിയത്തിൽ ഉള്ള ഒരു കംപ്രസർ ഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു കംപ്രസർ ഡിസൈൻ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് എയർ വളരെ കുറവായിരിക്കും, ഡെലിവറി വളരെ കുറവായിരിക്കും, മാസ് ഫ്ലോ റേറ്റ് വളരെ കുറവായിരിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് ഒരുപാട് വർക്ക് അതിനകത്ത് കൊടുക്കേണ്ടി വരും, അത് റെസിപ്രോക്കേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൾട്ടി സ്റ്റേജ് കംപ്രസർ ആകുമ്പോൾ നമുക്ക് അത്രയും വർക്കും കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല, നമുക്ക് അത്രയും ഇതിനേക്കാളും കൂടുതൽ മാസ് ഫ്ലോ റേറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ in a single stage compressor, if the delivery is restricted, the delivery pressure at the outlet will increase. അതായത് ഡെലിവറി നമ്മൾ എത്രത്തോളം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് പ്രഷർ കൂടും. അതായത് നമ്മൾ ഡയമീറ്റർ ഇപ്പോൾ കുറയ്ക്കുകയാണ്, ഡെലിവറി റെസ്ട്രിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡയമീറ്റർ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നു, ഔട്ട്ലെറ്റിലേക്ക് പോകുന്നതിൻ്റെ ഡയമീറ്റർ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും? ഏരിയ കുറയുമ്പോൾ, നമ്മൾ ക്രോസ് സെക്ഷണൽ ഏരിയ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രഷർ കൂടും. But there is a limit to which the delivery pressure can be increased in single stage compressor. പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ട്. അതാണ് സിംഗിൾ സ്റ്റേജ് കംപ്രസർ ഉപയോഗിക്കാൻ നമുക്ക് അങ്ങനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഡയമീറ്റർ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് പ്രഷർ കൂട്ടുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം അത് കുറച്ചൊരു കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ ഒട്ടും മാസ് ഫ്ലോ റേറ്റ് കിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്, ഇൻ ദ ഫിഗർ അസ്യൂം ദാറ്റ് ദ സിംഗിൾ സ്റ്റേജ് കംപ്രസർ ഈസ് കംപ്രസിങ് ടു പ്രഷർ P2. ഇതിനകത്ത് ഫിഗർ എന്ന് പറയുന്നത് ഈ ഡയഗ്രമാണ്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇതിനകത്ത് 1 2 3 4 1 എന്ന് പറയുന്ന കർവാണ്. 1 2 3 4 1 ഏത് കർവാ? 1 2 3 4 1 2 3 4 1. അപ്പോൾ ഈ കംപ്രഷൻ ആദ്യമേ നമ്മൾ അങ്ങനെ ഒരു കംപ്രസർ ചിന്തിക്കുക, അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കംപ്രസർ ചിന്തിക്കുക. അപ്പോൾ അതിനകത്ത് വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് നമ്മൾ എന്താ ചെയ്യുന്നത്? P2 എന്ന് പറയുന്ന പ്രഷറിലേക്കാണ്. 1 2 3 4 1 എന്ന് പറയുമ്പോൾ വി ആർ ഇൻക്രീസിങ് ദ പ്രഷർ ഫ്രം P1 to P2 അല്ലെങ്കിൽ P3. P2ഉം P3യും സെയിം ആണ്, P1ഉം P4ഉം സെയിം ആണ്. അപ്പോൾ നമ്മൾ ഈ കംപ്രസർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഇവിടെ 1 to 2 ആണ് എന്ത്? കംപ്രഷൻ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ കംപ്രഷൻ പ്രോസസ്സ് പോളിട്രോപ്പിക് ആയിരിക്കും. PV/N എന്ന് പറയുന്നത് പോളിട്രോപ്പിക് ആയിരിക്കും. PV/N = കോൺസ്റ്റൻറ്റ്. അപ്പോൾ പോളിട്രോപ്പിക് കംപ്രഷനിലൂടെ 1ൽ നിന്ന് 2ലേക്ക് കൊണ്ടുവന്നു പ്രഷർ. ഓക്കെ, അതാണ് നമ്മൾ കംപ്രസർ. അപ്പോൾ 1 2 3 4 മാത്രം ചിന്തിച്ചാൽ മതി, ബാക്കിയൊന്നും നോക്കണ്ട. 1 2 3 4 ആണ് നമ്മളുടെ കംപ്രസർ. സിംഗിൾ സ്റ്റേജ് കംപ്രസർ ആണെന്ന് വിചാരിക്കുക. 1 2 3 4 ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ സ്റ്റേജ് കംപ്രസർ. അതിനകത്ത് നമ്മൾ പ്രഷർ P1ൽ നിന്നും P2ലേക്ക് കൊണ്ടുവന്നു, ഹൈ പ്രഷർ ആയ P2ലേക്ക് കൊണ്ടുവന്നു ആ സിംഗിൾ സ്റ്റേജ് കംപ്രസർ ഉപയോഗിച്ച്. ഓക്കെ, അതാണ് ഇവിടെ ആദ്യത്തെ പോയിന്റ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 2 3 4ൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വർക്ക് ഡൺ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പാൻഷൻ ഓഫ് എയർ, അതിനകത്ത് നമുക്ക് സക്ഷൻ വരുന്ന ഏത് കർവാണ് ഇതിനകത്ത് സക്ഷൻ കാണിക്കുന്നത്? എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഏതാണ്? V3 to V4 ആണ് എക്സ്പാൻഷൻ. അത് കഴിഞ്ഞ് സക്ഷൻ വോളിയം എന്ന് പറയുന്നത് എത്രത്തോളം വോളിയം ഓഫ് എയർ അകത്ത് കയറി എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? V1 - V4 ആണ് വോളിയം ഓഫ് എയർ വിച്ച് ഈസ് എൻറ്ററിങ് ഇൻ ടു ദ സിലിണ്ടർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നതാണ് എക്സ്പാൻഷൻ ഓഫ് എയർ ഇൻ ക്ലിയറൻസ് വോളിയം ഈസ് ഷോൺ ബൈ കർവ് 3 to 4. അതായത് നമ്മൾ പ്രഷർ P1ൽ നിന്നും P2ലേക്ക് കൊണ്ടുവന്നു, അവിടെ നിന്നും നമ്മൾ കംപ്രഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് എക്സ്പാൻഡ് ചെയ്യത്തില്ല. ഇത് ക്ലിയറൻസ് വോളിയത്തിലുള്ള
എയർ കുറച്ച് എക്സ്പാൻഡ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് E3 നിന്നും എക്സ്പാൻഡ് ചെയ്ത് V4 വരുന്നത്. ഓക്കെ, അപ്പോൾ 3 to 4 ഷോസ് എക്സ്പാൻഷൻ. അതിനുശേഷം എയർ ഡെലിവേർഡ് വിൽ ബി ഷോൺ ക്യാൻ ബി ഈസ് റെപ്രസെൻറ്റഡ് ബൈ V1 to V4, V1 minus V4, V1 to V4 അല്ല, V1 minus V4. ആ രണ്ട് വോളിയം കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എത്രത്തോളം എയർ അതിനകത്ത് കയറി എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 1 2 3 4 എന്ന് പറയുന്ന കർവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1 2 3 4 എന്ന് പറയുന്ന കർവിനകത്ത് 1 to 2 എന്ന് പറയുന്നത് കംപ്രഷൻ പ്രോസസ്സ്, അതായത് 1 എന്ന് പറയുന്ന P1 നിന്നും P2 കംപ്രസ് ചെയ്ത് കൊണ്ടുവന്നു. ഒരു സിംഗിൾ സ്റ്റേജ് കംപ്രഷനാണ് ഇവിടെ പറയുന്നത്, മൾട്ടി സ്റ്റേജ് അല്ല. നമ്മൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിംഗിൾ സ്റ്റേജ് കംപ്രഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞേക്കുന്നത്, ഈ കേസ് പറഞ്ഞേക്കുന്നത് അതാണ്. അപ്പോൾ 1 to 2 നമ്മൾ എന്ത് ചെയ്തു, P1 എന്ന് പറയുന്ന പ്രഷറിൽ നിന്നും P2 എന്ന് പറയുന്ന പ്രഷറിലേക്ക് കൊണ്ടുവന്നു. അതിനെ അപ്പോൾ പ്രഷർ കൂടി, അതിനുശേഷം ക്ലിയറൻസ് വോളിയത്തിലുള്ള എയർ എക്സ്പാൻഡ് ചെയ്ത് P3 നിന്നും വോളിയം എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ V3 നിന്നും V4 വരുന്നു. വോളിയം ഇൻക്രീസ് ചെയ്തു. ഇനി വോളിയം ഇൻക്രീസ് ചെയ്തതിന് ശേഷം വീണ്ടും എന്താണ്, സക്ഷനാണ് നടക്കുന്നത്. സക്ഷൻ നടക്കുമ്പോൾ എത്രത്തോളം എയർ കയറി എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും, V1 minus V4 ആണ് എയർ കയറുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നടന്നത്. ഇനി അടുത്തത്, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ കംപ്രസറിന് നമുക്ക് പ്രഷർ കൂട്ടണം. നമുക്ക് ഈ കംപ്രസർ പോരാ, നമുക്ക് ഇതിൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്ലെറ്റിലെ പ്രഷർ പോരാ. നമുക്ക് എന്ത് ചെയ്യണം, നമ്മളിതിൻ്റെ പ്രഷർ കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മളിതിൻ്റെ ഡയമീറ്ററൊക്കെ ചെറുതാക്കി അതിൻ്റെ ഔട്ട്ലെറ്റ് ഡെലിവറിയൊക്കെ കുറച്ചു. നൗ ദ ഔട്ട്ലെറ്റ് ഡെലിവറി ഈസ് ഫർദർ റെസ്ട്രിക്റ്റഡ്. ഔട്ട്ലെറ്റ് ഡെലിവറി റെസ്ട്രിക്റ്റ് ചെയ്തു. ദെൻ ദ ഡെലിവറി പ്രഷർ ഇൻക്രീസസ്. ഓട്ടോമാറ്റിക്കലി ഡെലിവറി പ്രഷർ കൂട്ടുക. അതായത് നമ്മൾ ഡയമീറ്റർ ചുരുക്കി കഴിഞ്ഞാൽ ഔട്ട്ലെറ്റ് ഡെലിവറി ഡയമീറ്റർ ചുരുക്കി, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന സിലിണ്ടർ ഡയമീറ്റർ ചെറുതാക്കുമ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ പ്രഷർ ഓട്ടോമാറ്റിക്കലി കൂടും. അപ്പോൾ ദ ഡെലിവറി പ്രഷർ നൗ ബിക്കംസ് P5. ഇപ്പോൾ ഡയഗ്രത്തിനകത്ത് അടുത്ത കർവ് പറഞ്ഞേക്കുന്നതാണ് 1567 എന്ന് പറയുന്ന കർവ്. അതായത് നേരത്തെ നമ്മൾ 1 2 3 4 1 എന്ന് പറഞ്ഞ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കംപ്രസറിനെ പ്രഷർ നമുക്ക് കൂടുതൽ വേണമെന്നുള്ള ആവശ്യം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ഡയമീറ്ററൊക്കെ ചെറുതാക്കി. അപ്പോൾ എന്തായി, പുതിയൊരു കർവായി, പുതിയ പ്രഷറിലേക്ക് എത്തി. 1567 1 1567 1 1567 1 ഇതാണ് നമ്മളെ പുതിയ കർവ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത് നോക്കുക. നമുക്കിവിടെ 1 to 2 നമുക്ക് 1 to 5 നമ്മൾ കംപ്രഷനൊക്കെ അച്ചീവ് ചെയ്തു. 2 എന്ന് പറയുന്നത് 1 to നേരത്തെ ഉണ്ടായിരുന്ന 1 2 3 4 എന്നുള്ളതായിരുന്നു. അതിനകത്ത് 1 to 2 ആയിരുന്നു നേരത്തെയുള്ള കംപ്രഷൻ പ്രഷർ. നമുക്ക് കിട്ടിയ പ്രഷർ, മാക്സിമം പ്രഷർ എന്ന് പറയുന്നത് നേരത്തെ കിട്ടിയത് 2 ആയിരുന്നു, P2 ആയിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് എത്ര കിട്ടി, P5 കിട്ടി. ഓക്കെ, കൂടുതൽ പ്രഷർ കിട്ടി. പക്ഷേ ഈ പ്രഷർ കിട്ടിയതിന് ശേഷം ഇവിടെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ഈ ഇത്രയും പ്രഷർ കിട്ടിയതിന് ശേഷം അത് എക്സ്പാൻഡ് ചെയ്യുമല്ലോ, ക്ലിയറൻസ് വോളിയമുള്ള എയർ എക്സ്പാൻഡ് ചെയ്യണമല്ലോ. അത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ 6 നിന്നും നേരെ എക്സ്പാൻഡ് ചെയ്ത് 7 വരെ എത്തി. ആ ക്ലിയറൻസ് വോളിയത്തിലുള്ള, കാരണം അത്രയും പ്രഷറിൽ നമുക്ക് കംപ്രസ് ചെയ്യുമ്പോൾ ക്ലിയറൻസ് വോളിയത്തിലുള്ള എയർ എക്സ്പാൻഡ് ചെയ്യുന്നത് 6 നിന്നും 7 വരെ എത്തി. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം, അതിന് ശേഷമാണല്ലോ നമുക്ക് സക്ഷൻ തുടങ്ങുന്നത്. സക്ഷൻ തുടങ്ങിയപ്പോഴെങ്ങനെയാണ്, 7 to 1 ആണ് സക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് സക്ഷനിൽ എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് എയർ ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും, V1 minus V7. നേരത്തെ നമുക്ക് എത്ര ഉണ്ടായിരുന്നു, V1 minus V4 ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ എത്രയേ ഉള്ളൂ, V1 minus V7. അതായത് എന്ത് കുറഞ്ഞു, നമുക്ക് എൻ്റർ ചെയ്യുന്ന എയറിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു. അതെന്തുകൊണ്ടാണ് കുറഞ്ഞേ, കാരണം ഇവിടെ ഉണ്ടാവുന്ന ക്ലിയറൻസ് വോളിയത്തിൽ ഉണ്ടാവുന്ന എയർ വളരെ ഹൈലി കംപ്രസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതപ്പോൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നു. കൂടുതൽ എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇവിടുത്തെ ഈ കണ്ടോ, നേരത്തെ 4 വരെ എത്തിക്കൊണ്ടിരുന്ന സാധനം ഇപ്പോൾ 7 വരെ എത്തുന്നു. ഓക്കെ, അത് എന്തുകൊണ്ടാണ്, നമ്മൾ ഡയമീറ്ററൊക്കെ ചെറുതാക്കി, ഡെലിവറിയിലുള്ള ഡയമീറ്ററൊക്കെ ചെറുതാക്കി നമ്മൾ വളരെയധികം കംപ്രസ് ചെയ്തിട്ടാണ് പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ ബാക്കി ക്ലിയറൻസ് വോളിയത്തിലുള്ള എയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 6 നിന്നും 7 വന്നു. അപ്പോൾ അത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് സക്ഷൻ അത്രത്തോളം കുറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത്. 1567 സംഭവിക്കുന്നതാണ്. അപ്പോൾ മറ്റേതിനകത്ത് 1 2 3 4 നമുക്ക് കൂടുതൽ എന്തുണ്ടായിരുന്നു, മാസ് ഫ്ലോ റേറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് മാസ് ഫ്ലോ റേറ്റ് കുറഞ്ഞു. പക്ഷേ ഇവിടെ നമുക്ക് പ്രഷർ കൂടുതൽ കിട്ടി, P5 വരെ എത്തി പ്രഷർ. നേരത്തെ നമുക്ക് P2 വരെ ഉണ്ടായിരുന്നുള്ളൂ പ്രഷർ കൂടുതൽ കിട്ടി, പക്ഷേ മാസ് ഫ്ലോ റേറ്റ് കുറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും വി ആർ റെസ്ട്രിക്റ്റിംഗ് ദ ഡെലിവറി അഗെയിൻ. നൗ ഇഫ് ദ ഡെലിവറി ഈസ് ഫർദർ റെസ്ട്രിക്റ്റഡ് ആൻഡ് ദ ഡെലിവറി പ്രഷർ ഈസ് ഇൻക്രീസ് ടു P8. ഡെലിവറി പ്രഷർ നമ്മൾ എന്ത് ചെയ്തു, P8, അതായത് 1 to 8 പ്രഷറിനെ വളരെയധികം കൂട്ടി.
P5-നെക്കാട്ടിലും കൂടുതൽ കൂട്ടി. അപ്പോൾ അങ്ങനെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഡെലിവറിയെ കൂടുതൽ റെസ്ട്രിക്റ്റ് ചെയ്യണം. അതിൻ്റെ ഡയമീറ്റർ വളരെയധികം ചെറുതാക്കണം. ഓക്കെ, അത്രത്തോളം ചെറുതാക്കുമ്പോൾ വീണ്ടും നമുക്ക് എന്ത് കിട്ടില്ല, അവിടെ എക്സ്പാൻഷനൊന്നും നടക്കില്ല. ദ എയർ ഇൻ ദ ക്ലിയറൻസ് വോളിയം വിൽ എക്സ്പാൻഡ് ത്രൂ ദ കർവ് 8:1. അവിടെ നമുക്ക് എക്സ്പാൻഷൻ നടക്കുന്നത് എങ്ങനെയാണ്, തിരിച്ച് 8:1 ഇതേ രീതിയിൽ തന്നെ വരും. അതായത് 1 to 8 കംപ്രസ് ചെയ്തു, 8:1 തിരിച്ച് അതേ കണക്ക് തന്നെ വരും. അതെന്തുകൊണ്ടാണെന്ന്, കാരണം ക്ലിയറൻസ് വോളിയത്തിനകത്തുള്ള എയർ എക്സ്പാൻഡ് ചെയ്യുന്നത് അത്രത്തോളം എക്സ്പാൻഡ് ചെയ്യും. കാരണം അത്രയും ഹൈ പ്രഷറിലാണ് ചെയ്യുന്നത്, അത്രയും ചെറിയ ഡയമീറ്ററാണ്, അകത്തേക്ക് എയർ കയറാനുള്ള ഇതില്ല, ഡയമീറ്റർ അത്രത്തോളം ഇല്ല. അപ്പോൾ പിന്നെ ഇനി എയർ കയറാനുള്ള സ്പേസ്, സക്ഷൻ നടത്താനുള്ള മൂവ്മെൻറ്റ് അതിനില്ല. കാരണം കംപ്ലീറ്റ് മൂവ്മെൻറ്റ് എന്തിനു പോയി, ഉള്ള എയറിൻ്റെ എക്സ്പാൻഷന് പോയി. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് മാസ് ഫ്ലോ റേറ്റ് വളരെയധികം കുറഞ്ഞു. Thus it is seen in a single stage air compressor, increase in pressure means decrease in delivery at outlet. അതായത് എത്രത്തോളം നമ്മൾ പ്രഷർ കൂട്ടുന്നു അതിനനുസരിച്ച് ഔട്ട്ലെറ്റിലേക്കുള്ള ഡെലിവറി അത്രയും കുറയുന്നു. കുറച്ച് മാസ് ഫ്ലോ റേറ്റേ ഉണ്ടാവുകയുള്ളൂ. പ്രഷർ നമുക്ക് സിംഗിൾ സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രഷർ നമുക്ക് എത്രത്തോളം കൂട്ടാൻ നമ്മൾ സിംഗിൾ സ്റ്റേജിൽ ശ്രമിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ഔട്ട്ലെറ്റിലേക്കുള്ള മാസ് ഫ്ലോ റേറ്റ് വളരെയധികം റെഡ്യൂസ് ചെയ്യും. അത് വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾ നോസിൽ നമ്മൾ നോസിൽ ഉപയോഗിക്കുന്ന കണക്ക് ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കുക. അതുകൂടാതെ തന്നെ വേറൊരു കേസ് കൂടി ഇവിടെ ഉണ്ട്. അതായത് 8ാമത്തെ ടെമ്പറേച്ചർ, നമ്മൾ ഏറ്റവും ഹയസ്റ്റ് പ്രഷറിലുള്ള ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. അതിനെക്കാട്ടിലും കുറവ് ടെമ്പറേച്ചറാണ് T5, അതിനെക്കാട്ടിലും കുറവ് ടെമ്പറേച്ചറാണ് T2. അതായത് നമ്മൾ 1 2 3 4 വന്നില്ലേ, 1 2 3 4 വന്നില്ലേ, അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഏറ്റവും കുറവായിരിക്കും. പിന്നെ നമ്മൾ പ്രഷർ കൂട്ടുന്നതിനനുസരിച്ച് ബാക്കിയുള്ളതിനകത്തുള്ള ടെമ്പറേച്ചർ വളരെയേറെ കൂടി വരും. അപ്പോൾ ഇതിനനുസരിച്ച് ഈ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ലീഡ്സ് ടു വാട്ട്, ഇൻക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി കൂടും. ഇൻറ്റേർണൽ എനർജി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത്രയും എക്സ്പാൻഷൻ ചെയ്യുന്ന, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി ലീഡ്സ് ടു മോർ വർക്ക് ഇൻപുട്ട്. നമ്മൾ കൂടുതൽ വർക്ക് സിസ്റ്റത്തിലേക്ക് കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് അത്രയും കംപ്രസ് ചെയ്ത് പുറത്തേക്ക് ഹൈ പ്രഷറിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ വർക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ മീൻസ് വാട്ട്, ഇൻക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി. ഇൻക്രീസിങ് ഇൻറ്റേർണൽ എനർജി ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ വർക്ക് ഇൻപുട്ട് ഇൻ ടു ദ കംപ്രസർ. സോ വി ഹാവ് ടു പ്രൊവൈഡ് മോർ പവർ ഫോർ റണ്ണിങ് ദ കംപ്രസർ. നമ്മൾ കൊടുക്കുന്ന മോട്ടർ, കപ്പിൾ ചെയ്യുന്ന മോട്ടറിന് കൂടുതൽ പവറുള്ള മോട്ടർ ആണെങ്കിൽ മാത്രമേ അത്രയും അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലും നമുക്ക് മാസ് ഫ്ലോ റേറ്റ് കുറവായിരിക്കും കിട്ടുന്നത്. ഹൈ പ്രഷറിൽ പുറത്തേക്ക് വരുമെന്നുണ്ടെങ്കിൽ മാസ് ഫ്ലോ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ സിംഗിൾ സ്റ്റേജ് കംപ്രസർ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഡിസഡ്വാൻറ്റേജസ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസിങ് മൾട്ടി സ്റ്റേജ് compressor. So these നമ്മൾ ഈ സെക്ഷൻ നമ്മൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് മൾട്ടി സ്റ്റേജ് കംപ്രസർ കൊണ്ട് ക്ലോസ് ചെയ്യണം ഈ സെക്ഷൻ, ഈ വീഡിയോ സെഷൻ. അപ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് മൾട്ടി സ്റ്റേജ് കംപ്രസർ എന്താണെന്നൊക്കെ നോക്കാം. ഓവർ സിംഗിൾ സ്റ്റേജ് കംപ്രസർ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പോയിൻ്റ് വൈസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതോ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് ടെമ്പറേച്ചർ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഞാൻ പറയാം. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു സിംഗിൾ സ്റ്റേജ് കംപ്രസർ ഉപയോഗിക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ വളരെയധികം കൂടും. അതായത് ഇൻറ്റേർണൽ എനർജി വളരെയധികം കൂടും. അതിനനുസരിച്ച് നമ്മൾ വർക്ക് ഇൻപുട്ട് കൂടും. അതായത് നമ്മൾ പവർ കൊടുക്കേണ്ടത് കൂടും സിംഗിൾ സ്റ്റേജ് കംപ്രസർ യൂസ് ചെയ്യുകയാണെങ്കിൽ. അതേസമയം മൾട്ടി സ്റ്റേജ് കംപ്രസർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ഇൻറ്റേർണൽ എനർജി ഇല്ല. കാരണം ഇൻ്റർകൂളറൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇൻറ്റേർണൽ എനർജി കുറച്ചു, ടെമ്പറേച്ചർ കുറച്ചു, ഇൻറ്റേർണൽ എനർജി കുറഞ്ഞു. നമ്മൾ അത്രയും വർക്ക് ഇൻപുട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വർക്ക് ഇൻപുട്ട് വർക്ക് കൊടുത്താൽ മതി. So that is the first point. The power required to drive a multi-stage compressor is less than that of the single-stage compressor to deliver the same quantity of air at same delivery pressure. ഒരേ ഡെലിവറി പ്രഷറിൽ ഒരേ ക്വാണ്ടിറ്റി ഓഫ് എയറിൽ പമ്പ് ചെയ്യുന്നതിന് സിംഗിൾ സ്റ്റേജ് കംപ്രസർ ഓപ്പറേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിൽ കുറച്ച് പവർ മതി മൾട്ടി സ്റ്റേജ് കംപ്രസർ ഓപ്പറേറ്റ് ചെയ്യാൻ. സോ അതല്ലേ ബെറ്റർ. മൾട്ടി സ്റ്റേജ് കംപ്രസർ ആകുമ്പോൾ അത്രയും പവർ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതാണ് ബെറ്റർ. സോ ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് ഓഫ് മൾട്ടി സ്റ്റേജ് കംപ്രസർ ഓവർ സിംഗിൾ സ്റ്റേജ് കംപ്രസർ. ദെൻ സെക്കൻഡ് പോയിന്റ്, മൾട്ടി സ്റ്റേജ് കംപ്രസർ have less mechanical vibrations than a single stage compressor of same capacity. നമ്മൾ പറഞ്ഞു സിംഗിൾ സ്റ്റേജ് കംപ്രസർ ഡെലിവറി ഡയമീറ്ററൊക്കെ നമ്മൾ കുറച്ച് അതിൻ്റെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടാണ് ഹൈ പ്രഷറിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ
അങ്ങനെ ചെയ്യുമ്പോൾ ഈ അതിനകത്ത് അത്രയും വൈബ്രേഷൻസ് ഉണ്ടാവും. കാരണം അത്രയും ഷോക്ക് അത് ഇതിനകത്തേക്ക് ഇൻഡ്യൂസ് ചെയ്യും, മെഷീനിലേക്ക് ഇൻഡ്യൂസ് ചെയ്യും. നമ്മൾ അത്രയും പവറും കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് അത്രയും ഷോക്ക് ഉണ്ടാവും. പക്ഷേ മൾട്ടി സ്റ്റേജ് കംപ്രസർ അത്രയും മെക്കാനിക്കൽ വൈബ്രേഷൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ് സിംഗിൾ സ്റ്റേജ് കംപ്രസറിനെക്കാട്ടിലും. ദ സിലിണ്ടർ ഇൻ എ സിംഗിൾ സ്റ്റേജ് കംപ്രസർ ഷുഡ് ബി റോബസ്റ്റ് ഇനഫ് ടു വിത്ത്സ്റ്റാൻഡ് ദ ഡെലിവറി പ്രഷർ. സിംഗിൾ സ്റ്റേജ് കംപ്രസറിലുള്ള സിലിണ്ടർ അത്രയും നല്ലതായിരിക്കണം, അല്ലെങ്കിൽ അത്രയും പ്രഷറിലേക്ക് ഒറ്റയടിക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ അത് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഇൻ മൾട്ടിസ്റ്റേജ് സിലിണ്ടർ ദ പ്രഷർ ഇൻക്രീസസ് ഇൻ സ്റ്റേജസ്. ഓരോ സ്റ്റേജ് വൈസ് ആയിട്ടാണ് അതിനകത്ത് ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്രയും പെട്ടെന്ന് ഡാമേജ് ഉണ്ടാവില്ല. ഇൻ കേസ് ഡാമേജ് ഉണ്ടായാലും നമ്മൾ ഒരെണ്ണം മാത്രം റീപ്ലേസ് ചെയ്താൽ മാത്രം മതിയാവും, മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ അതാണ് അഡ്വാൻറ്റേജ്. ഹെൻസ് ലോ പ്രഷർ സിലിണ്ടർ മേ ബി ലൈറ്റർ ഇൻ കൺസ്ട്രക്ഷൻ. അതായത് ലോ പ്രഷർ സിലിണ്ടർ നമ്മൾ അതിനനുസരിച്ച് ലൈറ്റർ കൺസ്ട്രക്ഷൻ കൊടുത്താൽ മതി. ഹൈ പ്രഷർ സിലിണ്ടർ മാത്രം നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് മാനുഫാക്ചർ ചെയ്താൽ മതിയാവും, സ്റ്റേജസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് മൾട്ടി സ്റ്റേജ് കംപ്രസർ ഓവർ സിംഗിൾ സ്റ്റേജ് കംപ്രസർ. ഇതെല്ലാം തിയറി ടോപ്പിക്സാണ്, ഇതെല്ലാം നല്ല രീതിയിൽ വായിച്ച് പഠിക്കുക. അപ്പോൾ ഇത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇത് നമ്മൾ ഇൻ്റർകൂളർ വെച്ചിട്ട് ചെയ്യുന്നതാണ്, വിത്ത് ഇൻ്റർകൂളറും വിത്തൗട്ട് ഇൻ്റർകൂളറിൻ്റെ PV ഡയഗ്രാമാണ് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ.